നമസ്കാരം. റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ലാലിഗയിൽ നടന്ന മത്സരത്തിൽ വിജയം നേടാൻ വമ്പന്മാരായ FC ബാഴ്സലോണക്ക് സാധിച്ചിരുന്നു. ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ലാസ് പാൽമസിനെ അവർ പരാജയപ്പെടുത്തിയിട്ടുള്ളത്. ബ്രസീലിയൻ സൂപ്പർ താരം റാഫീഞ്ഞ നേടിയ ഗോളാണ് ബാഴ്സലോണക്ക് വിജയം സമ്മാനിച്ചിട്ടുള്ളത്. മത്സരത്തിന്റെ 59-ാം മിനിറ്റിലാണ് അദ്ദേഹത്തിന്റെ ഹെഡർ ഗോൾ പിറന്നത്. അസിസ്റ്റ് നൽകിയത് ഫെലിക്സ് ആണ്. ഈ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി കളിച്ചിരുന്നു. മത്സരത്തിന്റെ 81-ാമത്തെ മിനിറ്റിൽ അദ്ദേഹത്തെ പിൻവലിച്ചുകൊണ്ട് വിക്ടോർ റോക്കിനെ FC ബാഴ്സലോണയുടെ പരിശീലകൻ ചാവി ഇറക്കുകയും ചെയ്തിരുന്നു. പക്ഷെ ആ സമയത്ത് റോബർട്ട് ലെവൻഡോസ്കി ടൈം വേസ്റ്റ് ചെയ്യുകയായിരുന്നു. അതുകൊണ്ട് തന്നെ റഫറി ആ സമയത്ത് അദ്ദേഹത്തിന് ഒരു യെല്ലോ കാർഡ് നൽകി എന്നുള്ളതാണ്. ഇതോടുകൂടി അദ്ദേഹം ലാലിഗയിൽ 5 യെല്ലോ കാർഡുകൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിനർത്ഥം അടുത്ത മത്സരത്തിൽ അദ്ദേഹത്തിന് സസ്പെൻഷനാണ്, വിലക്കാണ്, കളിക്കാൻ കഴിയില്ല. ലാലിഗയിൽ ഇനി അടുത്ത മത്സരം FC ബാഴ്സലോണ കളിക്കുന്നത് കാഡിസിനെതിരെയാണ്. ആ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടാവില്ല. അദ്ദേഹത്തിന് ആ ഒരു മത്സരം നഷ്ടമാകും എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ബാഴ്സലോണ ഹാപ്പിയാണ്. അതിന് ഒരു കാരണവും ഉണ്ട്. എന്തെന്നാൽ കാഡിസിനെതിരെയുള്ള മത്സരത്തിന് ശേഷം ലാലിഗയിൽ ബാഴ്സലോണക്ക് കളിക്കേണ്ടി വരുന്ന മത്സരം റയലിനെതിരെയുള്ള മത്സരമാണ്, എൽ ക്ലാസിക്കോ മത്സരമാണ്. ആ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടാകും. അതായത് ഇന്നലത്തെ മത്സരത്തിൽ റോബർട്ട് ലെവൻഡോസ്കിക്ക് യെല്ലോ കാർഡ് ലഭിക്കാതെ അതല്ലെങ്കിൽ സസ്പെൻഷൻ ഇല്ലാതിരുന്നുവെങ്കിൽ കാഡിസിനെതിരെയുള്ള മത്സരത്തിൽ അദ്ദേഹം ചിലപ്പോൾ യെല്ലോ കാർഡ് വഴങ്ങാം. അങ്ങനെ റയൽ മാഡ്രിഡിനെതിരെയുള്ള മത്സരം നഷ്ടമാകാനുള്ള ഒരു സാധ്യത അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു റിസ്ക് എലമെന്റ് ഇപ്പോൾ ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അക്കാര്യത്തിലാണ് ഇപ്പോൾ ബാഴ്സലോണ ഹാപ്പി. അതായത് റയലിനെതിരെയുള്ള മത്സരത്തിൽ എന്തായാലും റോബർട്ട് ലെവൻഡോസ്കി ഉണ്ടാകും എന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയങ്ങൾ ഒന്നുമില്ല. അത് ബാഴ്സലോണയെ സംബന്ധിച്ചിടത്തോളം സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയാണ്. ഏതായാലും ബാഴ്സയുടെ അടുത്ത മത്സരം അത് യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ PSG-ക്കെതിരെയാണ്. മികച്ച ഒരു പോരാട്ടം ബാഴ്സയിൽ നിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. കാണാം.